പ്രമുഖ ഇൻവെസ്റ്റ്മെന്റ് ബ്രോക്കിംഗ് ഫേമായ മക്വയറി അദാനി ഗ്രീൻ എനർജിക്ക് ഔട്ട് പെർഫോം എന്ന സ്റ്റാൻസ് നൽകിയിരിക്കുകയാണ്. അതായത് മാർക്കറ്റിനേക്കാൾ മികച്ച പ്രകടനം ഓഹരിക്ക് കാഴ്ചവെക്കാൻ സാധിക്കുമെന്നാണ് ഈ റേറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിലവിലെ ഓഹരി വിലയിൽ നിന്നും ഏകദേശം 40% ഓഹരി മുന്നേറുമെന്നാണ് വിലയിരുത്തുന്നത്. 1200 രൂപയാണ് ഓഹരിക്ക് നൽകുന്ന ടാർഗറ്റ് വില. എങ്കിലും ഓഹരി 2154 എന്ന നിലയിലേക്ക് ഉയർന്നിട്ടുണ്ടായിരുന്നു. ഈ വിലയിൽ നിന്നും താഴെ തന്നെയാണ് ടാർഗറ്റ് വില. അദാനി ഗ്രീൻ എനർജി 2030 50 ഗിഗാവാട്ടിന്റെ സ്ഥാപിത ശേഷി കൈവരിക്കുന്നതിന് വേണ്ടിയാണ് ശ്രമിക്കുന്നത്. നിലവിൽ 12 ഗിഗാവാട്ടിന്റെ ശേഷിയാണ് ഉള്ളത്. അതായത് അടുത്ത 4 വർഷത്തിനുള്ളിൽ 38 ഗിഗാവാട്ടിന് ശേഷി കൈവരിക്കുന്നുള്ള എക്സ്പാൻഷൻ കമ്പനി നടത്തും. അങ്ങനെയെങ്കിൽ അടുത്ത 5 വർഷത്തിനുള്ളിൽ കമ്പനിക്ക് 25% CAGR വളർച്ച എബിഡയിൽ രേഖപ്പെടുത്താൻ സാധിക്കുമെന്നാണ് അനലിസ്റ്റ് അനുമാനിക്കുന്നത്. വിപുലീകരണം നടത്താൻ ഉയർന്ന മൂലധന ചെലവ് ആവശ്യമാണെന്ന് അറിയാം. അദാനി ഗ്രീൻ എനർജിയും വലിയ തുകയാണ് ഇതിനായി മാറ്റിവെക്കുന്നത്. സോളാർ, വിൻഡ്, ഹൈബ്രിഡ് പ്രൊജക്ട് എന്നിവയൊക്കെ വികസിപ്പിക്കുന്നതിനായി കാര്യമായ നിക്ഷേപം നടത്തുന്നതിന് വേണ്ടി കമ്പനി തീരുമാനിച്ചിരിക്കുന്നു. ഇവിടെ ചെലവ് കൂടുതലാണ് എന്നതിൽ സംശയമില്ല. പക്ഷെ അത് കൈകാര്യം ചെയ്യാൻ പാകത്തിൽ കമ്പനിക്ക് സ്ഥിരമായ ക്യാഷ് ഫ്ലോ ഉണ്ട് എന്നാണ് അനലിസ്റ്റുകളുടെ കണ്ടെത്തൽ. നിലവിലെ പദ്ധതികളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനവും ദീർഘകാലത്തേക്ക് കമ്പനി നേടിയിരിക്കുന്ന കരാറുകളും അതിന് പിന്തുണ നൽകും. എന്നാൽ പവർ പർച്ചേസ് അഗ്രിമെന്റിന്റെ താരിഫ് കുറഞ്ഞിട്ടുണ്ട്. മറ്റ് കോർപ്പറേറ്റ് കമ്പനികൾക്കും സംസ്ഥാനങ്ങൾക്കും ഇലക്ട്രിസിറ്റി വിൽക്കുന്ന നിരക്കാണ് PPA താരിഫ്. ഇതൊരു ഫിക്സഡ് റേറ്റ് ആണ്. അതിനാൽ ഈ നിരക്ക് കുറയുമ്പോൾ കമ്പനിയുടെ വരുമാനത്തിലും പ്രതിഫലിക്കും. എന്നാൽ ഈ നഷ്ടം കുറയ്ക്കാനായി കമ്പനി മാർക്കറ്റ് വിലയിൽ ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച് പോലുള്ള പവർ എക്സ്ചേഞ്ച് മാർക്കറ്റിൽ ഇലക്ട്രിസിറ്റി വിൽക്കുന്നത് ഉയർത്തി. ഇവിടെ ഡിമാൻഡിന്റെ അടിസ്ഥാനത്തിലാണ് വില എന്നതിനാൽ ഫിക്സഡ് റേറ്റിൽ ഉണ്ടാകുന്ന നഷ്ടം പരിമിതപ്പെടുത്താൻ സാധിക്കുന്നുണ്ട്. 2030 ശേഷി വികസനത്തിനായി $10 ബില്യൺ കമ്പനിക്ക് ആവശ്യമായി വരുമെന്ന് മക്വയറി പ്രതീക്ഷിക്കുന്നു. എന്നാൽ ഈ കാലയളവിൽ കമ്പനിക്ക് $1.8 ബില്യൺ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ രേഖപ്പെടുത്താൻ മാത്രമേ സാധിക്കുള്ളൂ. ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ കമ്പനിയുടെ ഇൻവെസ്റ്റ്മെന്റ് മീറ്റ് ചെയ്യാനുള്ളതില്ല. അതുകൊണ്ട് തന്നെ ഡെപ്റ്റ്, ഇക്വിറ്റി പോലുള്ള മാർഗങ്ങൾ വഴി തുക സമാഹരിക്കേണ്ട സാഹചര്യം ഉണ്ടായേക്കാം. ഇത് കമ്പനിയുടെ കോസ്റ്റ് ഉയർത്തുമെന്നത് ഉറപ്പാണ്. പക്ഷെ പദ്ധതികൾ വിജയകരമായി നടപ്പിലാക്കാൻ സാധിച്ചാൽ സ്ഥിരമായ വരുമാനം ലഭിക്കുമെന്നതും ഉറപ്പാണ്. ഇവിടെ കമ്പനി ഏത് മാർഗമാണ് തുക സമാഹരിക്കാൻ വേണ്ടി ഉപയോഗിക്കുക എന്നതാണ് നിക്ഷേപകർ ശ്രദ്ധിക്കേണ്ടത്. കാരണം ബാധ്യത കൂടിയാൽ അത് റിസ്ക് കൂട്ടും. മറുവശം ചിന്തിച്ചാൽ കൃത്യമായ വികസന പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിഞ്ഞാൽ ദീർഘകാലത്തേക്കുള്ള വാല്യൂ വർദ്ധിക്കും. ഇവിടെ മക്വയറി സൂചിപ്പിക്കുന്ന മറ്റൊരു കാരണം കമ്പനി ഉയർന്ന മൂലധന ചെലവിനായി ബാധ്യതകൾ എടുത്താലും നെറ്റ് ഡെപ്റ്റ് ടു എബിഡ 7 മടങ്ങിൽ നിന്നും 5 മടങ്ങായി കുറയുമെന്നാണ്. അതായത് കമ്പനിയുടെ ഏർണിംഗ്സ് ഡെപ്റ്റിനേക്കാൾ വർദ്ധിക്കുമെന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ഇത് ബാധ്യതകളെ ആശ്രയിക്കുന്നതിനുള്ള പ്രവണത കുറയ്ക്കുന്നു, ഫിനാൻഷ്യൽ റിസ്ക് കുറയ്ക്കുന്നു, ക്രെഡിറ്റ് വർത്തിനെസ് കൂട്ടുന്നു. 5-ൽ 4 അനലിസ്റ്റുകളും ഓഹരിക്ക് ബൈ റെക്കമെൻഡേഷൻ ആണ് നൽകുന്നത്. ഒരു അനലിസ്റ്റ് ഓഹരിക്ക് സെൽ റെക്കമെൻഡേഷൻ നൽകുന്നുണ്ട്. കഴിഞ്ഞ 5 മാസവും തുടർച്ചയായി ഇടിവ് നേരിട്ടുന്ന ഓഹരി മാർച്ചിൽ 14% ഉയർന്നിട്ടുണ്ട്.